ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാൻ നടക്കാനായിട്ട് വന്നതാണ്. രാവിലെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊണ്ടോട്ടീൻ്റെ ഗ്രൗണ്ടിലാണ് കേട്ടോ ഞാനുള്ളത്. അയ്യോൻ്റെ അമ്മേ, ആകെ കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ. നടന്ന് മേലും കൈയൊക്കെ ആകെ വേദനിക്കുന്നുണ്ട്. കാലുകൊണ്ടൊന്നും തീരെ വയ്യ കേട്ടോ. നിൽക്കാൻ തന്നെ നടന്ന് നല്ല പോലെ വേദനിക്കുന്നുണ്ട് കാല്. ആദ്യമായിട്ട് നടന്നിട്ടാണ് കേട്ടോ ഈ ഒരു പ്രശ്നം. ഇനി ഇങ്ങനെ സ്ഥിരമായിട്ട് നടക്കുമ്പോൾ ശരിയായിക്കോളും. അങ്ങനെ കുഴങ്ങി വന്ന് വീട്ടിലെത്തിയിട്ട് ഇതാ കൊലായിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതാ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ് ചെറിയച്ഛൻ്റെ വീടുള്ളത്. അപ്പോൾ ചെറിയച്ഛൻ്റെ വീട്ടിൽ കണ്ടോ നിങ്ങൾ, കണിക്കൊന്ന പൂ വിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. നിറയെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തന്നതാണേ. കാലം തെറ്റിയിട്ട് എല്ലാം പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ വയലറ്റ് ചെമ്പരത്തിയാണ് കേട്ടോ. ഇതുവരെ വയലറ്റ് ചെമ്പരത്തി കാണാത്തവരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണേ. പിന്നെ ഇതാ നമ്മളെ വീട്ടിൽ ഗ്യാസ് തീർന്നതിനെ കൊണ്ട് എല്ലാ പരിപാടികളും അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. രാവിലെ നടന്ന് വന്ന ക്ഷീണത്തിൽ ചായയും കടി ഉണ്ടാക്കിയതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയേ. എന്നാൽ പിന്നെ ഓട്ടടിയും ചെറുപയറുമായിരുന്നു കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വിറകും വല്ലാണ്ടില്ല കേട്ടോ, തീരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ചകിരി കത്തിച്ചിട്ടാണ് കേട്ടോ ചോറ് വേവിച്ചിട്ടുള്ളത്. ചോറ് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലുള്ള കരി ചകിരി കത്തി കഴിഞ്ഞാൽ കരി എടുത്ത് വയ്ക്കാൻ കേട്ടോ, പാത്രം കഴുകാനായിട്ടേ. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആരെയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ കരിയൊക്കെ ഇട്ടിട്ട് പാത്രം കഴുകാൻ. കരി വെണ്ണീരൊക്കെ ഇട്ടിട്ട് പാത്രം കഴുകിയാൽ നന്നായിട്ട് പാത്രം വെളുക്കും. ഈ പാത്രങ്ങളായാലും തന്നെ നല്ല വൃത്തിക്ക് നിൽക്കണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ പകുതി കരി പിടിച്ച് കാണുമ്പോൾ എനിക്കൊരു ദേഷ്യമാണ്. അത് നല്ലപോലെ സോപ്പൊക്കെ ഇട്ട് കഴുകി ഇതുപോലെ കരിയൊക്കെ തേച്ച് വെച്ച് കഴുകിയാൽ നല്ല വൃത്തിയല്ലേ. അപ്പോൾ അങ്ങനെ തേച്ച് കഴുകാനാണ് ഇപ്പോൾ ഞാൻ ആ കരിയൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. എൻ്റെ അമ്മക്ക് ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ, കരിയും കൊണ്ടൊക്കെ തേച്ച് കഴുകും. പക്ഷേ അമ്മക്ക് വെണ്ണീര് ഭയങ്കര അലർജിയാണ് കൈക്ക്. എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ വെണ്ണീരും കരിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴുകും. അപ്പോൾ അങ്ങനെ കരിയൊക്കെ എടുത്ത് വെച്ചു. നമ്മളെ വീട്ടിൽ ഗ്യാസ് തീർന്നിട്ട് കുറച്ചായി വെച്ചാൽ തിങ്കളാഴ്ച തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനിയാഴ്ച ആവണം ഗ്യാസ് കിട്ടണമെങ്കിൽ. അതിനിടയിൽ ഇനി പോയി വാങ്ങാനായിട്ട് പൈസ ഇല്ല കേട്ടോ കയ്യിൽ. ഏട്ടനോട് വെച്ച് എനിക്ക് ഗ്യാസ് വേണോ അതോ ലിങ്കേജ് ലോണിന് പൈസ വേണോ വെച്ചെന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്യാസ് വേണ്ട, ലിങ്കേജ് ലോണിനുള്ള പൈസ മതി എന്ന് പറഞ്ഞു. ലിങ്കേജ് ലോൺ എന്ന് വെച്ചാൽ നമുക്ക് കുടുംബശ്രീയിൽ നിന്ന് കിട്ടുന്ന ലോണാണേ. ഞാൻ കുടുംബശ്രീയിൽ അംഗമാണ്. അംഗം മാത്രമല്ല കേട്ടോ, പ്രസിഡൻറ്റും കൂടിയാണ് കുടുംബശ്രീൻ്റെ. അപ്പോൾ 1-2 ലക്ഷം നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട് വീട് പണിക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ 7000 രൂപ വെച്ചിട്ട് നമ്മൾ മാസം അടച്ചു കൊടുക്കണം. അങ്ങനെ ലോണിന് പൈസ വേണോ ഗ്യാസ് നിറയ്ക്കണോ എന്ന് വെച്ചപ്പോൾ ഗ്യാസ് നിറച്ചിട്ട് കാര്യമില്ലല്ലോ, ലോൺ എന്തായാലും അടയ്ക്കണ്ടേ. അപ്പോൾ ഞാൻ ലോണിനുള്ള പൈസ എന്നേക്കിന്ന് പറഞ്ഞു. ഇപ്പോൾ ശനിയാഴ്ച വരെ കാത്തിക്കുക. അതുവരെ നമ്മൾ അടുപ്പത്ത് തന്നെ ഇങ്ങനെ പണിയെടുക്കണം എന്നല്ലേ ഉള്ളൂ. കുറച്ച് വിറകും കുറച്ച് ചകിരിയൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ. അതിൻ്റെ ഇടയിലേ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടോ. ഇപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണുള്ളത്. ഈ ഒരു സമയം മുറ്റത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നേ. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഒരു വീട്ടിൽ ഒരാൾ വന്നിട്ട് നിങ്ങളെ വീടിൻ്റെ മുന്നിൽ പാമ്പുണ്ടെന്ന് പറഞ്ഞു. ആ വീട്ടിലുള്ള താത്ത മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് പാമ്പിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. ആ ഒരു സമയം കൊണ്ട് അയാൾ എന്ത് ചെയ്തെന്നോ, ആ താത്താൻ്റെ കഴുത്തിലുള്ള മാല പൊട്ടിച്ചിട്ട് ആ താത്താൻ്റെ നിലത്ത് തള്ളിയിട്ടിട്ടാണ് ആ കള്ളം പോയത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ കയ്യിൽ സ്വർണ്ണമാലയോ വളയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. അറിയാത്തവരൊക്കെ വീട്ടിലേക്ക് വന്നാൽ വീടിൽ നിന്ന് പുറത്തിറങ്ങുക തന്നെ വേണ്ട. ഞാനിപ്പോൾ എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വല്ലാത്ത പേടിയുണ്ടേ. പിന്നെ എൻ്റെ കഴുത്തിലാണെങ്കിൽ മാലൊന്നും ഇല്ല കേട്ടോ. എപ്പോഴേ മാല പിന്നെ എൻ്റെ അമ്മൂസുട്ടി കടിച്ച് പൊട്ടിച്ച് നാശമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതങ്ങനെ ഇടലില്ല. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ പിന്നെ ഏട്ടൻ്റെ മാല എടുത്തിട്ട് അതിന്മേൽ താലി കൊളുത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. സ്വർണ്ണത്തിനൊക്കെ നല്ല വിലയാണ്. കള്ളന്മാർക്ക് ഇപ്പോൾ നമ്മളെ കൊന്നിട്ടിട്ടാലും വേണ്ടില്ല, കള്ളന്മാർ നമ്മളെ കയ്യിലുള്ള സ്വർണ്ണം കൊണ്ട് പോകും. 1 ലക്ഷം രൂപയൊക്കെ ആയതല്ലേ സ്വർണ്ണത്തിന്. അപ്പോൾ വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ആ ഒരു കാര്യമാണ് കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം കേട്ടോ. ഞാൻ തന്നെ ഇപ്പോൾ കയ്യിലുള്ള വളയൊക്കെ ഒന്ന് ഊരാൻ നോക്കിയിട്ട് കിട്ടണേ അല്ല കേട്ടോ. തടിക്കുന്നതിൻ്റെ മുന്നേ കയ്യിലിട്ടതാണ്. ഇപ്പോൾ തടി വെച്ചപ്പോൾ വളയൊന്നും ഊരാൻ കിട്ടണേ ഇല്ല. സ്വർണ്ണത്തിന് ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്ത് തന്നെ ആയില്ലേ വില. 1 ലക്ഷം ആയല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതാണ് കേട്ടോ പറയാനുള്ളത്. കള്ളന് സ്വർണ്ണം കിട്ടും, നമുക്ക് ജീവനും പോയി കിട്ടും. ഇന്ന് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടിട്ട് ഇവിടെ വീട്ടിൽ അനുമോളുണ്ട്. മഴ കാരണം കളക്ടർ ലീവ് തന്നതായിരുന്നേ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് പുളിയിട്ടരച്ച് ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാന്താരി മുളകും ചെറിയ ഉള്ളിയും പുളിയൊക്കെ എടുത്തിട്ട്
തേങ്ങ അരച്ച് ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ നടക്കാൻ പോയിട്ട് മേലും കൈയൊക്കെ ഭയങ്കര വേദനയാണ്, എനിക്ക് ഒന്നിനും തോന്നണില്ല. ഇടയിലൊന്ന് കിടന്നാൽ മതി എന്നായിട്ടുണ്ട്. അപ്പോൾ കിടക്കണതിന് മുന്നേ കുട്ടികൾക്ക് കഞ്ഞി എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് വേഗം കഞ്ഞിയൊക്കെ ആക്കിയിട്ട് കുട്ടികളും ഞാനും കൂടെ കുടിക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ നമ്മൾ മുമ്പ് ഇട്ട് വെച്ചിരുന്ന ബീട്രൂട്ടിലുള്ള മുളകും പിന്നെ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എൻ്റെ അമ്മൂസുട്ടി പാത്രം മാറ്റി മാറ്റി കളിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പാത്രമാണ് ഇപ്പോൾ അമ്മൂസിൻ്റെ കയ്യിൽ, അനുമോളെ പാത്രമാണ് എൻ്റെ കയ്യിൽ, അമ്മൂസിൻ്റെ പാത്രമാണ് ചേച്ചീൻ്റെ കയ്യിലുള്ളത്. അതിനോരോ കുറുമ്പാണ് കേട്ടോ. അങ്ങനെ ഓളെ കളിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അന്ന് വിഷയമാക്കാതെ കഞ്ഞി കുടിക്കുകയാണേ.